വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മലയാള സിനിമാ ലോകം പിടിച്ചടക്കിയ ഒരു കഥ. വൺ ഓഫ് ദ പവർഫുൾ കംബാക്ക് സ്റ്റോറി. വർഷം 2004. ആ കാലഘട്ടത്തിൽ കേരള ഫിലിം ഇൻഡസ്ട്രി ഒരു വല്ലാത്തൊരു തർക്കങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് പലർക്കും വിലക്കുകൾ ഏർപ്പെടുത്തുന്നു, പല അസോസിയേഷൻസ് പിരിയുന്നു, ഉണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ വിവാദത്തിലായിരുന്ന ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ആരും അഭിനയിക്കരുത് എന്നുള്ള ഒരു ഷാഡോ ബാനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ ഒരു പയ്യൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ തീരുമാനിക്കുക. ആ സമയത്താണ് ഒരു സിനിമ അസോസിയേഷൻ കുറച്ച് കരാറുകൾ താരങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അതായത് ഈ കരാറുകൾ ഒപ്പിടാതെ ഈ സിനിമകളൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിനകത്തിൽ പല താരങ്ങളും എതിർത്തു. ഈ ചെറുപ്പക്കാരൻ ഇതിനകത്തിൽ പറഞ്ഞ 2 വ്യവസ്ഥകൾ മാറ്റി നിർത്തി ബാക്കി എല്ലാ വ്യവസ്ഥകളും ശരിവെച്ചുകൊണ്ട് ഇവിടെ വിവാദത്തിലായിരുന്ന ഒരു സംവിധായകൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സിനിമ ഇറങ്ങുന്നു. ഈ ഒരു ധിക്കാരം കാണിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം വലിയ വിലയാണ് ഇതിനെല്ലാം കൊടുക്കേണ്ടി വന്നത്. അദ്ദേഹത്തിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് തിരസ്കരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പല സിനിമകളും മുടങ്ങിപ്പോകുന്നുണ്ട്. ഒരു സിനിമ തുടങ്ങി ഷൂട്ടിംഗ് കഴിഞ്ഞ് 6 ദിവസത്തിന് ശേഷം മുടങ്ങിപ്പോയി. അദ്ദേഹത്തിന് 3 മാസത്തോളം ഓഫറുകളൊന്നും വന്നില്ല. ഒരു ഷാഡോ ബാൻ ഏർപ്പെടുത്തിയായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കരിയർ അവസാനിച്ചു എന്ന് വിചാരിച്ച അദ്ദേഹം തിരിച്ചു പോകാൻ ഒരുങ്ങി. അദ്ദേഹത്തിൻ്റെ അമ്മയെടുക്കെ പറയുന്നു, എനിക്കിനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല, സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. ആ ഒരു പ്രചോദനം അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിർത്തി. അങ്ങനെ ഈ പയ്യന് കുറച്ച് ഷാഡോ ബാനൊക്കെ കിട്ടിയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ സെയിം വിവാദത്തിൽപ്പെട്ട ഡയറക്ടറിൻ്റെ കൂടെ പിന്നെ ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സിനിമ ഹിറ്റായെന്ന് മാത്രമല്ല, ഏകദേശം 75 ദിവസത്തിന് മുകളിൽ ഓടുകയും തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ ഡബ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ സിനിമ വിട്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ച ഈ പയ്യൻ വെറും 24-ാമത്തെ വയസ്സിൽ 2006 ലാലേട്ടൻ്റെ 20 വർഷത്തെ നീണ്ടുനിന്ന റെക്കോർഡ്, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മികച്ച നടനുള്ള അവാർഡ് ഈ പയ്യൻ ആ സിംഹാസനം എടുക്കുകയാണ് ചെയ്തത്. ആരാണെന്നല്ലേ? ദ വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് സുകുമാരൻ, ദ വിഷണറി. ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ. ആദ്യം സിനിമയിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖനാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ അന്തർമുഖത്വം അഹങ്കാരമായി. ഇപ്പോൾ അതേ അഹങ്കാരമാണ് ചങ്കൂറ്റമായിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ.